ഇന്ന് കൊടുക്കാൻ നാളെ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ശ്രീലക്ഷ്മി കിമിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് സാന്ദ്ര ചേച്ചി. ഇനി അടുത്ത ഫ്രണ്ടിനെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് രാഗി. അടുത്തതാണ് കഥാനായിക, അതാണ് ശ്രീലക്ഷ്മി. ഇവളുടെ പേര് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കിമിന്റെ എക്സാം എഴുതാൻ പോണ പോലെ ഉണ്ട്. ആപ്ലിക്കേഷൻ കൊടുക്കാൻ ചെന്നപ്പോൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാനും സാന്ദ്ര ചേച്ചിയും കൂട്ടിയിട്ട് ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. നേരെ ചെന്നത് ഈ അക്ഷയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു എക്സിബിഷൻ ഉണ്ട്, അവിടേക്കാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം, ഒന്നും വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. പക്ഷെ 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ എനിക്കും സാന്ദ്ര ചേച്ചിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് തന്നെ പോയി. തിരിച്ചു ചെന്നപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് കാരണം ശ്രീലക്ഷ്മിക്ക് ഒരു മുഖക്കുരുവിന്റെ ക്രീം വാങ്ങിക്കാൻ പോവാന്ന് പറഞ്ഞു. അവളാണെങ്കിലോ നടക്കാണോ ഓടാണോ എന്നുള്ളത് സംശയമായിരുന്നു. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ എത്തിയപ്പോൾ അവിടെ ഇതില്ലാന്നു. പിന്നെ തിരിച്ചെത്തി ആപ്ലിക്കേഷൻ കൊടുക്കണം നേരത്തെ ഇവരെന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ശ്രീലക്ഷ്മിയുടെ 10th മാർക്ക് ലിസ്റ്റ്. ബാക്കി ഈ മാർക്ക് ലിസ്റ്റ് ഭയങ്കര കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് നേരെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പറഞ്ഞു പോയി. അപ്പൊ നോക്കുമ്പോൾ ഇവര് 2 പെട്രോൾ പമ്പിലേക്ക് പോകുന്നു. എന്തിനാന്ന് വെച്ചാൽ നോക്കിയപ്പോൾ വെള്ളം കുടിക്കാനത്രേ. അപ്പോഴേക്കും ശ്രീലക്ഷ്മിയുടെ അമ്മ വേഗം വീട്ടിലേക്ക് വരാൻ പറഞ്ഞ കാരണം അവള് വേഗം പോയി. പിന്നെ ഞങ്ങൾ 3 പേരും ജ്യൂസ് കുടിക്കാൻ കയറി. ബൈ ദ വൈ ഇവരെന്റെ ജൂനിയേഴ്സ് ആയിരുന്നു. പിന്നെന്താ സാന്ദ്ര ചേച്ചി വിളിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഇയറിലാണ് ജനിച്ചതെങ്കിലും അവളുടെ ബർത്ത്ഡേ ജനുവരിയിലും എന്റെ ബർത്ത്ഡേ ഡിസംബറിലുമാണ്. അതുകൊണ്ട് വയസ്സ് അവൾക്ക് കൂടുതലുമാണ്. അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ചതിന് ശേഷം ഇവര് ചാറ്റിൽ വന്ന് അവരവരുടെ വീട്ടിലും പോയി, ഞാൻ എന്റെ വീട്ടിലും വന്നു. എന്നാൽ ഇവരെന്റെ ജൂനിയേഴ്സായി വന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് എത്രയും കമ്പനിയാവും ഞങ്ങള്.